ഹായ് ഹോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഉച്ച സമയങ്ങളിൽ കറിയൊന്നും വെക്കാനില്ലെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചക്കക്കുരുവിൻ്റെ കറി ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പകുതി വെള്ളരിക്ക തൊലി കളഞ്ഞത് കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ചക്കക്കുരുവും കൂടി തൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക, ചക്കക്കുരുവൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് കുരുവിൻ്റെ പുറത്തെ ആ തൊലി ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ആ ബ്രൗൺ പാർട്ട് കളയാണ്ടെന്നാണ് പറയാറ്, പക്ഷേ എങ്കിൽ അത് കളഞ്ഞാലാണ് കറിക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതും കൂടി ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് കുരു ഒന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കാം. എന്നിട്ട് എല്ലാം അതും കൂടി കഴുകിയിട്ട് നമ്മൾ നേരത്തെ കുക്കറിലേക്ക് വെച്ച വെള്ളരിക്കയിലേക്ക് അത് മുങ്ങാൻ വിധത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ചക്കക്കുരു കൂടി അതിലിട്ട് കൊടുക്കുക. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീനും ഒന്നും ഇല്ലെങ്കിൽ തക്കാളിയോ ഉള്ളിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇനി ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചതൊന്ന് ഇതിൽ ചേർത്ത് കൊടുക്കണം. അതിലേക്കായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് അല്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നെയ്ക്കത്തുനിന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി അതെല്ലാം കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി വേണമെങ്കിൽ വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളമൊന്ന് അതിലൊഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരും വെള്ളരിക്കയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. വേറെ പച്ചക്കറീൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ബെസ്റ്റ് കോംബോ ആയിട്ടുള്ളൊരു മാങ്ങ ചമ്മന്തിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതിലേക്കായിട്ട് ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ, പച്ച മാങ്ങയും കൂടി കഷ്ണാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിക്കുന്നതൊക്കെ കൂട്ടിയിട്ട് ചോറിന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചമ്മന്തിയും ഇഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ആ ഒരു തേങ്ങയും മാങ്ങയും ഒക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ക്രഷാക്കി വെച്ചാൽ മതി. ഇതുപോലെ ഉച്ചക്കത്തെ ചോറിന് നാളെ ഇതുപോലെ തയ്യാറാക്കി നോക്ക്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.